പ്രേക്ഷകരെ, നേഷൻ ഫസ്റ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ എസ് നന്ദഗോപൻ. ഡൽഹിയിൽ പരക്കെ മഴ പെയ്യുകയാണ്. അതുകൊണ്ട് നേഷൻ ഫസ്റ്റ് ഇന്ന് പുറത്ത് ചിത്രീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. ഏതായാലും ഈ അകത്ത് നിന്ന്, നമ്മുടെ ബ്യൂറോയുടെ അകത്ത് നിന്ന് പ്രേക്ഷകരുടെ അറിവിലേക്ക് നിരവധി വാർത്തകൾ പങ്കുവെക്കാറുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായ വാർത്ത ഇന്ന് പാർലമെന്റിൽ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട്, ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ബില്ല് ചർച്ചയ്ക്ക് വരുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഈ ബില്ല് സഭയിൽ മന്ത്രി ജിതേന്ദ്ര സിംഗ് അവതരിപ്പിച്ചു. സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയായിരുന്നു പ്രതിപക്ഷം ചെയ്തത്. ബില്ലിന്മേൽ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് സ്പീക്കർ പലകുറി ആവർത്തിച്ചു. അപ്പോഴും ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല, മറിച്ച് സഭ സ്തംഭിപ്പിക്കാനായിരുന്നു പ്രതിപക്ഷം ശ്രമിച്ചത് എന്നുള്ളതാണ് നിർണായകം. രാജ്യത്തിന്റെ ഭാവി തലമുറയെ സംബന്ധിച്ചിട്ടുള്ള ഏറെ നിർണായകമായ ഒരു ബില്ലാണ്. ഭാവിയിൽ ഒരു തരത്തിലും ഇത്തരം മത്സര പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോരാതിരിക്കുവാൻ വേണ്ടിയുള്ള വളരെ സുതാര്യമായ നടപടികളാണ് നരേന്ദ്രമോദി സർക്കാർ കൈക്കൊണ്ടത്. എന്നാൽ അതിനോടൊന്നും തന്നെ ആഭിമുഖ്യം പുലർത്തുവാനോ അല്ലെങ്കിൽ ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് രാജ്യത്തിന്റെ ഭാവി തലമുറയ്ക്കായി ഒരു വാക്ക് പോലും സംസാരിക്കുവാൻ രാജ്യത്തെ പ്രതിപക്ഷം, കോൺഗ്രസ് അടങ്ങുന്ന പ്രതിപക്ഷം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. മറിച്ച് വളരെ ക്രിയാത്മകമായ ചർച്ച നടക്കേണ്ട പാർലമെന്റിന്റെ ഇരുസഭകളും സ്തംഭിപ്പിക്കുകയാണ്. അതും അകാരണമായി സ്തംഭിപ്പിക്കുകയാണ് പ്രതിപക്ഷം എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് CJP സംഘടിപ്പിച്ച അക്രമ സമരം, ആ അക്രമ സമരത്തിനെതിരെ പോലീസ് ചില നടപടികൾ കൈക്കൊണ്ടിരുന്നു. ആ നടപടികളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സഭ നിർത്തിവെച്ച് ഇത് ചർച്ച ചെയ്യണം എന്നുള്ളതാണ് പ്രധാനമായും പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന ആവശ്യം. അതേസമയം വളരെ സുതാര്യമായ, വളരെ പ്രധാനപ്പെട്ട ബില്ലാണിതെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആവർത്തിച്ചു. രാജ്യത്തിന്റെ ഭാവി തലമുറയെ സംബന്ധിച്ചിട്ടുള്ളത് ഏറെ നിർണായകമായ ബില്ലാണ്. അതുകൊണ്ട് ഇതിന്മേൽ ചർച്ച വേണമെന്നുള്ളതാണ് പ്രധാനമായും ഭരണപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഭരണപക്ഷത്തിന്റെ വാക്കുകളെ ശ്രവിക്കുവാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും ഇന്നലെ അവതരിപ്പിച്ച മിനിസ്റ്റർ ജിതേന്ദ്ര സിംഗ് അവതരിപ്പിച്ച ബില്ല് ഇന്നിപ്പോൾ വീണ്ടും സഭയിൽ ചർച്ചയ്ക്ക് വരികയാണ്. 6 മണിക്കൂറാണ് ചർച്ചയ്ക്ക് സമയം നിശ്ചയിച്ചിരുന്നത്. ഇന്നലെ 11 മണിക്ക് സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഈ പ്രതിപക്ഷം സഭ സ്തംഭിപ്പിക്കുകയായിരുന്നു. പിന്നീട് 12 മണിക്ക് വീണ്ടും സഭ ചേർന്നു. ആ സമയത്താണ് ഈ ബില്ല് അവതരിപ്പിക്കപ്പെട്ടത്. ബില്ലിന്മേൽ ചർച്ച 6 മണിക്കൂർ നിശ്ചയിച്ചു. എന്നാൽ പ്രതിപക്ഷം അതിന് വഴങ്ങിയില്ല. പിന്നീട് സഭ വീണ്ടും നിർത്തിവെച്ച് 2 മണിക്ക് പുനരാരംഭിച്ചു. അപ്പോഴും ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല. വീണ്ടും 5 മണിക്ക് സഭ വീണ്ടും ആരംഭിച്ചപ്പോൾ 6 മണിക്കൂർ ചർച്ച നിശ്ചയിച്ചു. എന്നാൽ അപ്പോഴും പ്രതിപക്ഷം സഭ അകാരണമായി സ്തംഭിപ്പിക്കുകയായിരുന്നു. തുടർന്നാണ് ഇന്നിപ്പോൾ വീണ്ടും ഈ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായിരിക്കുന്നത്. ഇന്നിപ്പോൾ പാർലമെന്റിൽ, ലോക്സഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തും. പരീക്ഷാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറാകുമോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. ലഭ്യമായ സൂചനകൾ പ്രകാരം ഇന്നും പ്രതിപക്ഷം സഭ സ്തംഭിപ്പിക്കുവാനുള്ള നീക്കത്തിലേക്കാണ് കിടക്കുന്നത്. അങ്ങനെയെങ്കിൽ ശബ്ദ വോട്ടോടുകൂടി ഈ ബില്ല് പാസ്സാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. എല്ലാ MP-മാർക്കും സംസാരിക്കുവാനുള്ള അവസരം ഇതിനോടകം തന്നെ കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു. എന്നാൽ അതിനോട് യോജിച്ച് പോകാൻ, അല്ലെങ്കിൽ യോജിച്ച് നിന്ന് പ്രവർത്തിക്കാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല. പ്രതിപക്ഷത്തിന്റെ ഒരേ ഒരു കാരണം രാഷ്ട്രീയ വൈര്യം മാത്രമാണ്, വിദ്യാർത്ഥികളുടെ ക്ഷേമമല്ല എന്ന് ഇതിലൂടെ തന്നെ വ്യക്തമാകുന്നു. അതിനോടൊപ്പം തന്നെ ഇന്നിപ്പോൾ രാജ്യസഭയിൽ വളരെ സുപ്രധാനമായ ബില്ലും ചർച്ചയ്ക്ക് വരുന്നു. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ അവതരിപ്പിച്ച ബില്ലിന്മേലാണ് ഇന്നിപ്പോൾ നിർണായക ചർച്ചകൾ നടക്കാൻ പോകുന്നത്. സ്വാഭാവികമായും രാജ്യസഭയും പ്രതിപക്ഷം അകാരണമായി സ്തംഭിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ രാജ്യസഭയിലും ശബ്ദ വോട്ടോടുകൂടി ഈ ബില്ല് പാസ്സാക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേന്ദ്രം നിൽക്കുന്നത്. പ്രധാനമായും വന്ദേ മാതരത്തിന് അർഹമായ പരിഗണന കേന്ദ്രം നൽകുന്നു. 150ാമത് വാർഷികം, വന്ദേ മാതരം രചിക്കപ്പെട്ടതിൻ്റെ 150ാമത് വാർഷികം രാജ്യം ആഘോഷിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ വന്ദേ മാതരത്തിന് അർഹമായ പ്രാധാന്യം കേന്ദ്ര സർക്കാർ നൽകുന്നു എന്നുള്ളതാണ്. മത ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി കോൺഗ്രസ് സർക്കാർ, അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്ന UPA സർക്കാരും മുൻപുണ്ടായിരുന്ന സർക്കാരുകളെല്ലാം തന്നെ വന്ദേ മാതരത്തെ പൂർണ്ണമായും അവഹേളിച്ചപ്പോൾ നരേന്ദ്രമോദി സർക്കാർ വന്ദേ മാതരത്തിന് അർഹമായ പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ്. പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഹോണർ ബിൽ 1971 ബില്ലാണ്. ആ ബില്ലിന്മേൽ ഭേദഗതി വരുത്തിക്കൊണ്ടാണ് വന്ദേ മാതരം ആലപിക്കുന്നത് തടയുകയോ അല്ലെങ്കിൽ വന്ദേ മാതരത്തെ അധിക്ഷേപിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് തടവും പിഴയും ഉറപ്പാക്കുന്ന ബില്ല്, അല്ലെങ്കിൽ ഭേദഗതി ബില്ല് ഇന്നിപ്പോൾ രാജ്യസഭ ചർച്ച ചെയ്യാൻ പോകുന്നു. അങ്ങനെ വളരെ സുപ്രധാനമായ നീക്കങ്ങളാണ് ഇന്നിപ്പോൾ പാർലമെന്റിൽ നടക്കുന്നത്. പാർലമെന്റിന്റെ ഒരു സഭയിൽ, അതായത് ലോക്സഭയിൽ പരീക്ഷാ ഭേദഗതി ബിൽ ചർച്ചയ്ക്ക് വരുന്നു. രാജ്യസഭയിൽ ഇതുമായി വന്ദേ മാതരത്തിന്റെ ബില്ല് ചർച്ചയ്ക്ക് വരുന്നു. അങ്ങനെ വളരെ നിർണായകമായ 2 ബില്ലുകൾ ഇന്ന് പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ പ്രതിപക്ഷം
ഇതിന്മേൽ കൈക്കൊള്ളുന്ന നിലപാടുകൾ എന്താണ് എന്നുള്ളത് രാജ്യം കാത്തിരിക്കുന്നു, ജനങ്ങൾ കാത്തിരിക്കുന്നു, പ്രേക്ഷകരും പ്രതിപക്ഷത്തിന്റെ നിലപാടുകൾ എന്താണെന്നറിയാൻ കാത്തിരിക്കേണ്ടതുണ്ട്. ഏതായാലും ജന്തർ മന്ദിറിൽ സമരവുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം ഈ പ്രതിപക്ഷം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാജ്യത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അക്രമസമരമായിരുന്നു ഈ CJP, അതായത് കോക്രോച്ച് ജനതാ പാർട്ടി രാജ്യതലസ്ഥാനത്ത് നടത്തിയിരുന്നത്. അങ്ങനെ ഈ രാജ്യതലസ്ഥാനത്ത് ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ സമരമുഖത്ത് ക്രിമിനൽ സംഘങ്ങളുടെ വൻ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഡൽഹി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ നിർണായക കണ്ടെത്തൽ ഡൽഹി പോലീസ് നടത്തിയിരിക്കുന്നത് വളരെ കൃത്യമായ AI അടക്കമുള്ള ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. കൊലപാതകം, ലൈംഗിക അതിക്രമം, അതേപോലെ തന്നെ പോക്സോ കേസുകളിൽ പ്രതികളടക്കം 2873 കുറ്റവാളികൾ ഈ സമര സ്ഥലത്ത് എത്തിയിരുന്നു എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. CCTV ദൃശ്യങ്ങളും അതേപോലെ തന്നെ AI അധിഷ്ഠിത ഫേഷ്യൽ റെക്കഗ്നീഷൻ സിസ്റ്റവും ഉപയോഗിച്ചാണ് ഡൽഹി പോലീസ് ഈ നിർണായക കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നത്. സമാധാനപരമായ പ്രതിഷേധം എന്ന വ്യാജേനെ ഈ ജന്തർ മന്ദിറിലേക്ക് എത്തിയ CJP എങ്ങനെ അക്രമമുഖത്തേക്ക് അല്ലെങ്കിൽ എങ്ങനെ ഈ അക്രമത്തിലേക്ക് എത്തപ്പെട്ടു എന്നുള്ളതാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അതിനുത്തരമാണ് വലിയ ക്രിമിനൽ സംഘമാണ് ഈ ജന്തർ മന്ദിറിലേക്ക് എത്തിയത്. ആ ക്രിമിനൽ സംഘം ഈ വിദ്യാർത്ഥികളോടൊപ്പം ചേർന്ന് അക്രമം അഴിച്ചുവിടുകയായിരുന്നു, പോലീസിനെ മർദ്ദിക്കുകയായിരുന്നു, പോലീസിന് നേർക്ക് കല്ലും മറ്റ് ആയുധങ്ങളും ഉപയോഗിക്കുകയായിരുന്നു എന്നുള്ളതാണ്. മറ്റ് പോംവഴികളില്ലാതെയാണ് പോലീസ് അതിനെതിരെ പ്രതിരോധം തീർത്തത്. എന്നാൽ ഇപ്പോൾ പോലീസിന് മേലാണ് കുറ്റം ആരോപിക്കപ്പെടുന്നത്. പ്രതിപക്ഷം പോലീസിന്റെ ഈ നടപടികൾ ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷം സഭയിൽ ആവശ്യപ്പെടുന്നത് എന്നുള്ളതും നിർണായകമാണ്. ഏതായാലും ഒരു കാര്യത്തിൽ തർക്കമില്ല, ഈ വിദ്യാർത്ഥികളുടെ സമരത്തിന്റെ ഇടയിലേക്ക് നുഴഞ്ഞു കയറി ക്രിമിനൽ സംഘം മനഃപൂർവ്വം രാജ്യത്ത് അസ്ഥിരതയുണ്ടാക്കുവാനും അശാന്തി പടർത്തുവാനും ശ്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗം ഇത് കണ്ടെത്തി സർക്കാരിന് റിപ്പോർട്ട് നൽകിയതാണ്. ഈ സമാധാനപരമായ സമരം പിന്നീട് അക്രമത്തിലേക്ക് വഴിതെളിക്കുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ ഇന്റലിജൻസ് ബ്യൂറോ കണ്ടെത്തിയിരുന്നു. അത് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഡൽഹി പോലീസിന്റെ വളരെ നിർണായകമായ കണ്ടെത്തലുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, ഈ പാറ്റകളുടെ പ്രതിഷേധം ആസൂത്രിതമായിരുന്നു എന്നതിൻ്റെ കൂടുതൽ തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. വിദ്യാർത്ഥികളല്ല സമരത്തിൽ പങ്കെടുത്തതെന്നും സമരത്തിന് പിന്നിൽ നടന്നത് വൻ ആസൂത്രണമാണെന്നും വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കുകയാണ്. ജിഹാദി മാവോയിസ്റ്റ് സംഘടനകൾക്കടക്കം പങ്കുള്ള വൻ ആസൂത്രണമാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ജന്തർ മന്ദിറിലെ സമരത്തിൽ എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സമരത്തിൽ ഇക്കൂട്ടർ സജീവമായിരുന്നു. ഈ സമരത്തിന് പിന്തുണയുമായി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പ്രവാസി മലയാളികളടക്കം എത്തിയത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. പ്രവാസി മലയാളിയായ ഷാജി നിലമ്പൂരിന് പാറ്റാക്കൂട്ടത്തിന്റെ സമരത്തിനോട് താല്പര്യം തോന്നിയതിന്റെ ചേതോവികാരം എന്തായാലും സമരക്കാർ നിഷ്കളങ്കരായ വിദ്യാർത്ഥികളാണെന്ന് അവകാശപ്പെട്ടവർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദുബായിൽ നിന്നും അബ്രിക്ക ഫ്രൈറ്റ് എന്ന സ്ഥാപനത്തിലെ 23 ജീവനക്കാരാണ് കമ്പനി ചെലവിൽ ജന്തർ മന്ദിറിലെത്തിയത്. ഷാജി നിലമ്പൂർ എന്ന മലയാളിയുടെ സ്ഥാപനത്തിൽ നിന്ന് നീറ്റ് വിഷയത്തിലെ സമരത്തിൽ പങ്കെടുക്കാൻ ജീവനക്കാർ എത്തി. ഇതും ഗൗരവമുള്ള കാര്യമാണ്. ഇങ്ങനെ പ്രവാസികളടക്കം എത്തിയിട്ടും ഇതിനെ വിദ്യാർത്ഥി സമരമെന്ന് വിളിച്ച് വെള്ള പൂശുന്നവർ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ അക്രമങ്ങൾ, വനിതാ മാധ്യമ പ്രവർത്തകർക്ക് നേരെയുണ്ടായ അതിക്രമം, ഇതിനൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും പാറ്റാ സമരത്തെ പിന്തുണച്ചവർക്കും ഉത്തരവാദിത്തമുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ CJP നടത്തിയ സമരത്തിന്, വിദ്യാർത്ഥി സമരത്തിന് ആഭിമുഖ്യം നൽകിക്കൊണ്ട് ബീഹാറിലും വലിയ രീതിയിലുള്ള സമരങ്ങൾ നടന്നു. ബന്ദ് ആഹ്വാനം ചെയ്തു പ്രതിപക്ഷ സംഘടനകൾ. എന്നാൽ ആ ബന്ദിൻ്റെ ഇടയ്ക്ക് വലിയ രീതിയിലുള്ള അക്രമങ്ങളായിരുന്നു അഴിച്ചുവിട്ടത് എന്നുള്ളതാണ്. പോലീസിന് നേർക്കായിരുന്നു, അല്ലെങ്കിൽ സുരക്ഷാ സേനകൾക്ക് നേരെയായിരുന്നു ഈ വിദ്യാർത്ഥികളെന്ന് അവകാശപ്പെടുന്ന ക്രിമിനലുകൾ അക്രമങ്ങൾ അഴിച്ചുവിട്ടത്. എന്നാൽ യുവജനങ്ങളുടെ ഭാവിയും അതേപോലെ തന്നെ രാജ്യത്തിൻ്റെ ക്രമസമാധാനവും ഒരേപോലെ സംരക്ഷിക്കുന്ന മാതൃകാപരമായ തീരുമാനം ഇപ്പോൾ ബീഹാറിലെ NDA സർക്കാർ കൈക്കൊണ്ടിരിക്കുകയാണ്. പരീക്ഷാ പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് നടന്ന പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ യാതൊരുവിധ പ്രതികാര നടപടികളും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ ബീഹാർ സർക്കാർ നൽകിയിരിക്കുന്ന ഉറപ്പ്. ജൂലൈ 26 വൈകുന്നേരം 6 മണിക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്ത എല്ലാ പരാതികളും FIRകളും അടിയന്തരമായി പിൻവലിക്കുവാൻ വേണ്ടി ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. കസ്റ്റഡിയിലെടുത്ത ഏതാണ്ട് 694 പേരിൽ 339 പേരും വിദ്യാർത്ഥികളും പ്രായപൂർത്തിയാകാത്തവരുമാണ്. ഇവരെ വേഗത്തിൽ തന്നെ പരിശോധനകൾ പൂർത്തിയാക്കി മോചിപ്പിക്കുന്നതിനായി ഭരണകൂടം ഇടപെട്ടിരിക്കുകയാണ്. ഭാവിയിൽ ഇവർക്കെതിരെ നേരിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ യാതൊരുവിധ നടപടിയും ഉണ്ടാകില്ല എന്നുള്ളതാണ് സർക്കാർ നൽകുന്ന ഉറപ്പ്. അതായത് വിദ്യാർത്ഥികളുടെ ഭാവി എത്രമാത്രം
കരുതലോടുകൂടിയാണ് NDA സർക്കാർ BJP സർക്കാർ കരുതുന്നത് എന്ന് വേണം നോക്കിക്കാണാൻ. ഇതിൽ ഏറെ നിർണായകമായ വളരെ മാതൃകാപരമായ ഒരു നടപടിയാണ് ബീഹാർ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ബീഹാർ സർക്കാരിൻ്റെ നടപടികൾ മാതൃകാപരമാണ്. അതായത് വിദ്യാർത്ഥികളെയും അതേപോലെ തന്നെ പ്രായപൂർത്തിയാകാത്തവരെയും ഒരു തരത്തിലും അവർ കേസിൽപ്പെടേണ്ട, അവർ ഈ രാജ്യത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളാണ് എന്നുള്ളതാണ് ബീഹാർ സർക്കാർ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ നടപടികൾ വേണ്ട എന്നുള്ളതാണ്. 339 പേരെയും വെറുതെ വിടുവാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. അതിനുള്ള നടപടികൾ ഇന്ന് രാവിലെ തന്നെ ആരംഭിച്ചു. ഇന്ന് തന്നെ അവരുടെ മോചനം ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നമുക്ക് പരിശോധിക്കാം. അത് കർണാടകയിലെ ബെലഗാവിൽ നിന്നുമാണ്. അവിടെ കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസിൽ നേതാക്കളും പ്രവർത്തകരും തമ്മിൽ കൂട്ടത്തല്ലാണ് നടന്നത്. ഇന്നലെ വൈകുന്നേരമാണ് ഇത് ഉണ്ടായത്. ബെലഗാവി സിറ്റി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് യോഗത്തിനിടെയാണ് ഈ സംഘർഷവും കയ്യാങ്കളിയും ഉണ്ടായത്. അതായത് ബെലഗാവിലെ ഒരു വിഭാഗം പ്രവർത്തകർ ആരോപിക്കുന്നത് സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല, മറിച്ച് അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അതായത് DK ശിവകുമാറും സിദ്ധരാമയ്യയും നേർക്കുനേർ നിന്ന് അധികാര വടംവലി നടത്തുകയാണ് കർണാടകയിൽ. അവിടെ ബലിയാടാകുന്നത് കർണാടകയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. അതായത് ഒട്ടനവധി ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കേണ്ട സർക്കാർ അതിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അധികാരത്തിന് വേണ്ടി മാത്രം ഇത്തരം ചരടുവലികൾ നടത്തുന്നു. അതിനെതിരെ പ്രതിഷേധമുയർത്തി ഒരു വിഭാഗം പ്രവർത്തകർ, അതിനെ ചോദ്യം ചെയ്ത് മറ്റൊരു വിഭാഗം രംഗത്തെത്തി. അങ്ങനെ ബെലഗാവിൽ വലിയ സംഘർഷമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ആ സംഘർഷത്തിൽ ചിലർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. ഏതായാലും ഈ കർണാടകയിലെ അധികാര തർക്കം എവിടെയും നിലയ്ക്കുന്നില്ല എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഇതിനോടകം തന്നെ AICC നേതൃത്വം പല കുറി ചർച്ചകൾ നടത്തി. അതായത് നമുക്കറിയാം 2.5 വർഷക്കാലം സിദ്ധരാമയ്യ ഭരിക്കും, അതേപോലെ തന്നെ പിന്നീടുള്ള 2.5 വർഷക്കാലം DK ശിവകുമാർ ഭരിക്കുമെന്നുള്ളതായിരുന്നു ധാരണ. എന്നാൽ 2.5 വർഷവും പിന്നിട്ട് ഏതാണ്ട് 3.5 വർഷമായപ്പോഴേക്കുമാണ് സിദ്ധരാമയ്യ സ്ഥാനമൊഴിയുവാൻ തയ്യാറായത്. അത് DK ശിവകുമാറിന്റെ അതിശക്തമായ സമ്മർദ്ദമായിരുന്നു അതിന് പിന്നിലുള്ളത്. താൻ കോൺഗ്രസ് പാർട്ടി വിടുമെന്നുള്ള ശക്തമായ സമ്മർദ്ദത്തിന് മുന്നിൽ AICC നേതൃത്വത്തിന് വഴങ്ങേണ്ടി വന്നു. ഒടുവിൽ സിദ്ധരാമയ്യയോട് മാറാൻ പറഞ്ഞു. അധികാര സ്ഥാനത്തേക്ക്, മുഖ്യമന്ത്രി കസേരയിലേക്ക് DK ശിവകുമാർ എത്തി. അപ്പോഴും അവിടെ തർക്കങ്ങൾ തീരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് DK ശിവകുമാറിന്റെ മന്ത്രിസഭയിലേക്ക് തന്നെ അനുകൂലിക്കുന്നവർ, സിദ്ധരാമയ്യെ അനുകൂലിക്കുന്നവർ കൂടുതലായി എത്തണം എന്നുള്ളതായിരുന്നു അവർ നോക്കിക്കണ്ടത്. അതേസമയം DK ശിവകുമാർ ആകട്ടെ 2028 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ന്യൂനപക്ഷ പ്രീണനം നടത്തുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. മന്ത്രിസഭയിലേക്ക് മറ്റ് എല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ചുകൊണ്ട്, അല്ലെങ്കിൽ മറ്റ് പ്രാദേശിക വാദങ്ങളും മറ്റ് സമുദായങ്ങളും ഒക്കെ തന്നെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് അവിടെ ന്യൂനപക്ഷ പ്രീണനം നടത്തുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അവിടെ ഇപ്പോഴും DK ശിവകുമാർ നേതൃത്വത്തിൽ നടക്കുന്നു. അതുകൊണ്ട് ഇപ്പോഴും മന്ത്രിസഭയിലേക്ക് കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നതിൽ ഒരു സമവായമായിട്ടില്ല. തർക്കങ്ങൾ നിലനിൽക്കുന്നു. ആ തർക്കങ്ങൾ ഇപ്പോൾ തെരുവ് യുദ്ധത്തിലേക്ക് കടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് ഉദാഹരണമാണ് ബെലഗാവിലെ പാർട്ടി ഓഫീസിൽ ഇന്നലെ വൈകുന്നേരം നടന്ന സംഘർഷം. ആ സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 2 വിഭാഗങ്ങൾ തമ്മിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അസമിൻ്റെ അവസ്ഥ വളരെ ദുരിതമാണ്. അസമിൽ ദുരിതപ്പെയ്ത്ത് തുടരുകയാണ്. മഴക്കെടുതി അതിരൂക്ഷമായി തുടരുകയാണ് അസമിൽ. ഈ അസമിൽ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് ഊർജിതമാക്കിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ യുദ്ധകാല അടിസ്ഥാനത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. NDRFും SDRFും സൈന്യവും ഫയർഫോഴ്സും പോലീസും ഒക്കെ ചേർന്നുള്ള സേനാ വിഭാഗങ്ങൾ കർമ്മരംഗത്ത് വളരെ സജീവമായി തന്നെ നിലനിൽക്കുന്നു. ഏതാണ്ട് 5.24 ലക്ഷം ആളുകൾക്കാണ് ഈ ദുരിതം നേരിട്ട് അവർ ഏറ്റുവാങ്ങിയത്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഈ 5.24 ലക്ഷം ആൾക്കാർ താമസിക്കുന്നു. അസമിന് പൂർണ്ണ പിന്തുണയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും എത്തിയിരിക്കുകയാണ്. ദുരന്തമുഖത്ത് ഈ അനാവശ്യ രാഷ്ട്രീയ ആരോപണങ്ങൾ ഇതിനോടകം തന്നെ കോൺഗ്രസ് ഉന്നയിച്ചു കഴിഞ്ഞു. അതായത് പ്രളയം തടയുവാൻ വേണ്ടി, അല്ലെങ്കിൽ മഴക്കെടുതികൾ തടയുവാൻ വേണ്ടി അസമിലെ BJP സർക്കാരിന് സാധിച്ചില്ല എന്നുള്ള ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അതായത് എത്ര നീചമായ ചിന്താഗതിയാണ് എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ചിന്തിക്കണം. ഒരു പ്രളയ മുഖത്ത്, ഒരു ദുരന്ത മുഖത്തും രാഷ്ട്രീയം കാണുന്ന കോൺഗ്രസിന്റെ നിലപാടുകൾ എത്രമാത്രം അർത്ഥശൂന്യമാണ് എന്നുള്ളത് പ്രേക്ഷകർ പരിശോധിക്കണം. ഏതായാലും ഇപ്പോൾ കരസേനയും വ്യോമസേനയും കർമ്മരംഗത്ത് സജീവമാണ്.
പല മേഖലകളിലും പല ജില്ലകളിലും ആൾക്കാർ ഒറ്റപ്പെട്ട് താമസിക്കുകയാണ്. അങ്ങനെ ഈ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്കായി കരസേനയും വായുസേനയും കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം, അതേപോലെ തന്നെ ഈ ദുരിതബാധിതരെ മാറ്റിപ്പാർപ്പിക്കുവാൻ വേണ്ടിയുള്ള നടപടികൾ ഈ സൈന്യവും മറ്റും ചേർന്ന് നടത്തുകയാണ്. അതായത് എയർലിഫ്റ്റിംഗ് നടപടികൾ അവിടെ കൂടുതൽ ഊർജിതമാക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏകോപനം വളരെ ശ്രദ്ധേയമാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഈ അസമിൽ ഈ ദുരന്തം അല്ലെങ്കിൽ ദുരന്തത്തിന്റെ അളവ് അല്പം കുറയ്ക്കുവാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതായത് കൂടുതൽ പാലങ്ങളും അതേപോലെ തന്നെ വെള്ളം ഒഴുകിപ്പോകുവാൻ വേണ്ടിയുള്ള തോടുകളും കനാലുകളും നിർമ്മിച്ച് ഒരു പരിധിവരെ ജനങ്ങളുടെ ദുരിതം കുറയ്ക്കുവാൻ വേണ്ടി അസമിലെ സർക്കാരിന് സാധിച്ചു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴാണ് അന്ധമായ രാഷ്ട്രീയ വൈരത്തിന്റെ പേരിൽ അസമിലെ കോൺഗ്രസ് ഇത്തരത്തിൽ വലിയ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഏതായാലും അവിടെ മരണപ്പെട്ടവരുടെ സംഖ്യ 68 ഉയർന്നിരിക്കുകയാണ്. ഒരുപക്ഷെ കൂടുതൽ മരണങ്ങൾ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ, സ്ഥിരീകരിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രത്യേകിച്ച് അസമിൽ ഈ പ്രളയക്കെടുതിക്ക് ഇനിയും ശമനമായിട്ടില്ല. ഈ ദുരിതപ്പെയ്ത്ത് അവിടെ തുടരുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം അസമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന ബ്രഹ്മപുത്ര നദി അത് പല മേഖലകളിലും കരകവിഞ്ഞ് ഒഴുകുകയാണ്. ശിവനഗറിൽ വ്യോമസേനയും കരസേനയും അടിയന്തര ആകാശ സഹായവും അതേപോലെ തന്നെ എയർലിഫ്റ്റിംഗ്, ഭക്ഷണ പൊതി വിതരണമൊക്കെ തന്നെ നടത്തുന്നുണ്ട്. ഏതായാലും അതുകൊണ്ടൊന്നും ജനങ്ങളുടെ ദുരിതം തീരുന്നില്ല എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഇപ്പോഴും ഈ ബ്രഹ്മപുത്രയും അതേപോലെ തന്നെ ബ്രഹ്മപുത്രയുടെ പല കൈവഴികളും കരകവിഞ്ഞ് ഒഴുകുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ദുരിതപ്പെയ്ത്ത് തുടരുന്ന ഈ സമയങ്ങളിലൊക്കെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രളയത്തിലേക്ക് അസം കടക്കും. അത് കാലാകാലങ്ങളായി തുടരുന്നതാണ്. BJP സർക്കാർ വന്നതിന് ശേഷമല്ല അവിടെ ഇത്തരമൊരു ദുരന്തമുണ്ടായത് എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. അതേസമയം കോൺഗ്രസ് സർക്കാർ പറയുന്നത് കേട്ടാൽ BJP സർക്കാർ ഹിമന്ത ബിശ്വ ശർമ്മ അധികാരത്തിൽ വന്നതിൽ പിന്നെയാണ് അസമിൽ ജനങ്ങൾക്ക് ഇത്തരത്തിലൊരു ദുരന്തമുണ്ടായത്, അല്ലെങ്കിൽ അവർ ഒരു ദുരന്ത മുഖത്തെ അഭിമുഖീകരിക്കുന്നത് എന്നുള്ളതാണ് ഈ കോൺഗ്രസ് ആരോപിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ദുരന്തമുഖത്തും രാഷ്ട്രീയം കാണുവാനുള്ള കോൺഗ്രസിൻ്റെ നികൃഷ്ടമായ മനോഗതിയാണ് ഇവിടെ നമുക്ക് നോക്കിക്കാണേണ്ടത്. ഒപ്പം തന്നെ അസമിൽ തന്നെ വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ് പുരി ജഗന്നാഥ സ്വാമി ക്ഷേത്രം. പുരി ജഗന്നാഥ സ്വാമി ക്ഷേത്രത്തിലെ വളരെ പ്രശസ്തമായ രഥോത്സവം അത് ലോകമെമ്പാടും വളരെ പ്രശസ്തമാണ്. കോടിക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ആ രഥോത്സവത്തിൻ്റെ സമാപനം ആയിരിക്കുന്നു. ഭാരതത്തിൻ്റെ ആത്മീയ ഉന്നതിക്കും ഭക്തിസാന്ദ്രമായ പാരമ്പര്യവും ലോകത്തിനു മുന്നിൽ വീണ്ടും തെളിയിച്ചുകൊണ്ടാണ് ഈ പുരി രഥയാത്ര ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. രഥയാത്രയുടെ അവസാന ഘട്ടമായ നിലദ്രി വിജയ് ചടങ്ങുകളോടെ ഭഗവാൻ ജഗന്നാഥനും ജ്യേഷ്ഠൻ ബലഭദ്രനും സഹോദരി സുഭദ്രയും തങ്ങളുടെ ശാശ്വതമായിട്ടുള്ള നിവാസ കേന്ദ്രമായിട്ടുള്ള ശ്രീമന്ദിരത്തിലേക്ക്, ശ്രീകോവിലിനുള്ളിലേക്ക്, ഗർഭഗൃഹത്തിനുള്ളിലേക്ക് തിരിച്ചെഴുന്നള്ളിയിരിക്കുകയാണ്. പരമ്പരാഗത ശൈലിയിലുള്ള ഗോട്ടി പഹണ്ടി ഘോഷയാത്രയോടെയാണ് ഈ ദേവീദേവന്മാരെ രഥങ്ങളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് ആനയിച്ചത്. വളരെ പ്രശസ്തമാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്ര എന്നുള്ളതാണ്. ആ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്ക് ഇപ്പോൾ സമാപനമായിരിക്കുകയാണ്. അതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പരിശോധിച്ചാൽ നമുക്കറിയാം, രാജ്യത്ത് ഹരിത വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ഹൈഡ്രജൻ ട്രെയിൻ ഇതിനോടകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്തിരുന്നു. അതിൻ്റെ ട്രയൽ റൺ ഇപ്പോഴും നടക്കുകയാണ്. ആ ട്രയൽ റൺ ഏതാണ്ട് പൂർത്തിയായപ്പോൾ വലിയ മികവ് ഭാരതീയ റെയിൽവേക്ക് ഉണ്ടായി എന്നുള്ളതാണ്. അതായത് ഹരിത ഊർജ്ജ രംഗത്ത് വികസിത രാജ്യങ്ങളെ പോലും അമ്പരിപ്പിച്ചുകൊണ്ടാണ് ഭാരതത്തിൻ്റെ ഈ വിപ്ലവകരമായ കുതിപ്പ് ഉണ്ടായിരിക്കുന്നത്. ഹരിയാനയിലെ ജിന്ദിൽ നിന്നും സോണിപ്പത്തിലേക്കുള്ള റെയിൽപാതയിൽ ഭാരതത്തിൻ്റെ ആദ്യ ഹൈഡ്രജൻ ഇന്ധന ട്രെയിൻ 1200 കിലോമീറ്ററിലധികം സുരക്ഷിതമായി തന്നെ ട്രയൽ റൺ പൂർത്തിയാക്കിയിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ ഭാരതീയ റെയിൽവേയുടെ എഞ്ചിനീയർമാർ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഇതിലെ അത്യാധുനിക ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യ അത് വളരെ വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ്. ഡീസൽ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കിയതിലൂടെ ഏതാണ്ട് 3200 ലിറ്റർ ഡീസൽ ഇതിനോടകം തന്നെ നമുക്ക് സേവ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതേപോലെ തന്നെ 2400 കിലോവാട്ട് ശേഷിയുള്ള ഹൈഡ്രജൻ ഡ്രൈവിംഗ് പവർ കാറുകളും ലിഥിയം അയൺ പോസ്ഫേറ്റ് ബാറ്ററികളും ചേർന്നാണ് ഈ ട്രെയിനിന് കരുത്ത് പകരുന്നത്. അത് ഇനിയിപ്പോൾ ഡൽഹി റൂട്ടിലേക്കും ഈ ട്രെയിനിൻ്റെ യാത്ര കൂടുതൽ വികസിപ്പിക്കുവാൻ വേണ്ടി, അതായത് കൂടുതൽ റൂട്ടുകളിലേക്ക് ഈ ഹൈഡ്രജൻ ട്രെയിൻ എത്തിക്കുവാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പരീക്ഷണം നടത്തുന്നത്. അടുത്തതായി ഡൽഹി മേഖലയിലേക്കായിരിക്കും ഈ ഹൈഡ്രജൻ ട്രെയിൻ റൺ ചെയ്യുന്നത് എന്നുള്ളതാണ്
നോക്കിക്കാണേണ്ടത്. മഹാരാഷ്ട്രയിൽ നോക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ആഴ്ചയൊക്കെ വളരെ ദുരന്തമായിരുന്നു ഉണ്ടായിരുന്നത്. മഴക്കെടുതികൾ അതിരൂക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. മുംബൈ നഗരമൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് അനുഭവിച്ചു. ഇപ്പോൾ വീണ്ടും മഹാരാഷ്ട്രയിൽ കനത്ത മഴയുണ്ടാകും, അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും നദീതടങ്ങളിലുള്ളവർ മാറി താമസിക്കണമെന്നുമുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഒപ്പം തന്നെ SDRFനും NDRFനും അലേർട്ട് നൽകിയിരിക്കുകയാണ്. ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ വലിയ ദുരന്തത്തിന്റെ വാർത്ത അല്ലെങ്കിൽ വലിയ ദുരിത വാർത്ത മഹാരാഷ്ട്രയിൽ നിന്നുണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ മഹാരാഷ്ട്രയിൽ നിന്നുമുള്ള മറ്റൊരു വാർത്ത പരിശോധിച്ചാൽ മഹാരാഷ്ട്രയിലെ ഈ ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് അലോപ്പതി രജിസ്ട്രേഷൻ നൽകുവാനുള്ള നീക്കത്തിനെതിരെ അലോപ്പതി ഡോക്ടർമാർ വലിയ പ്രതിഷേധം ഉയർത്തുകയാണ്. അവിടെ നേരത്തെ തന്നെ IMA ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ചില നോട്ടീസുകളും മറ്റും നൽകിയിരുന്നു. ഒരു കാരണവശാലും ഈ അലോപ്പതി ഡോക്ടർമാർക്ക് നൽകുന്ന പ്രിവിലേജുകൾ ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് നൽകരുത് എന്നുള്ളതായിരുന്നു IMA ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആവശ്യപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ എന്നാൽ യഥാർത്ഥത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. സർക്കാർ ഇതിന്മേൽ വലിയ ചർച്ചകൾ നടത്തി വരികയാണ്. അതായത് ഏത് തരത്തിൽ ഈ ഹോമിയോ ഡോക്ടർമാരെ ട്രീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഹോമിയോ ഡോക്ടർമാരെ പരിഗണിക്കണം എന്നുള്ളതാണ് പ്രധാനമായും സർക്കാർ നോക്കിക്കാണുന്നത്. എന്നാൽ അതിനു മുമ്പേ തന്നെ IMA അതിന്മേൽ വളരെ ശക്തമായ ഒരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട്, അതായത് ഒരു തരത്തിലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടുമായി ഇപ്പോൾ IMA രംഗത്തെത്തിയിരിക്കുകയാണ്. ഏതായാലും IMAയെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ചർച്ച പരാജയപ്പെട്ടാൽ സമരമുഖത്തേക്ക് കടക്കും, ആശുപത്രികൾ സ്തംഭിപ്പിക്കും എന്നുള്ളതാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഭീഷണി. ഏതായാലും ചർച്ചകൾക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. ഒപ്പം തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട അന്തർദേശീയ വാർത്ത പരിശോധിച്ചാൽ POJK അതായത് പാക് അധീന കാശ്മീരിൽ വലിയ സംഘർഷം നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ഏതാനും നാളുകളായി, അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ 7 മുതൽ അവിടെ ഒരു സംഘർഷാത്മകമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അവാമി മോർച്ചയുടെ നേതൃത്വത്തിൽ അവിടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ തെരുവിലിറങ്ങി സർക്കാരിനെതിരെ പ്രതിഷേധിക്കുകയാണ്. പ്രതിഷേധത്തിന് കാരണം മറ്റൊന്നുമല്ല, അതായത് സാധാരണക്കാരുടെ അവകാശങ്ങൾ സർക്കാർ അതിലേക്ക് കടന്നു കയറുന്നു. മാത്രമല്ല അവിടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. റേഷൻ സാധനങ്ങൾ ലഭ്യമാകുന്നില്ല, പുറമേ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾക്ക് വലിയ വില നൽകേണ്ടി വരുന്നു, ഇന്ധനങ്ങൾ ലഭ്യമാകുന്നില്ല, പെട്രോളും ഡീസലും ലഭ്യമാക്കുവാൻ വേണ്ടി പാകിസ്ഥാൻ സർക്കാർ തയ്യാറാകുന്നില്ല, വൈദ്യുതിക്ക് വലിയ നിരക്ക് ഈടാക്കുന്നു. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് അവാമി മോർച്ചയുടെ നേതൃത്വത്തിൽ വലിയ സമരമുഖത്തേക്ക് കടന്നിരിക്കുന്ന POJKയിലെ അതായത് പാക് അധീന കാശ്മീരിലെ ജനങ്ങളെ തോക്കുകൊണ്ടാണ് ഇപ്പോൾ അവിടുത്തെ സൈന്യം നേരിടുന്നത്. അതായത് പാകിസ്ഥാൻ ഫ്രണ്ടിയർ കോർപ്സും അതേപോലെ തന്നെ പാക് റേഞ്ചേഴ്സും നടത്തിയ വെടിവെപ്പിൽ 17 പേരാണ് ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത്. ജൂൺ 7 മുതൽ ഇതുവരെ പരിശോധിച്ചാൽ ഏതാണ്ട് 91 നിരപരാധികളുടെ ജീവനാണ് ഈ പാക് സൈന്യം കവർന്നിരിക്കുന്നത് എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. സ്വന്തം അധികാര ദുർവിനിയോഗത്തിനെതിരെ ശബ്ദമുയർത്തുന്നവരെ വെടിവെച്ചു കൊല്ലുന്ന പാകിസ്ഥാന്റെ കിരാത ഭരണത്തിനെതിരെ വലിയ ജനരോക്ഷം പല മേഖലകളിൽ നിന്നും ഉയരുന്നുണ്ട്. ഭീകരവാദത്തിന്റെ വിളനിലമായ പാകിസ്ഥാന്റെ യഥാർത്ഥ ക്രൂരമുഖം, ആ ക്രൂരമുഖം അവിടുത്തെ ജനങ്ങളോടും സ്വന്തം ജനങ്ങളോടും അവർ കാട്ടിത്തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ മാത്രം തിങ്കളാഴ്ച മാത്രം 17 പേരാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ്. ജൂൺ 7-നാണ് ഈ പ്രക്ഷോഭം ആരംഭിച്ചത്. പ്രക്ഷോഭങ്ങൾ ചോരയിൽ മുക്കിക്കൊല്ലാനാണ് അവിടുത്തെ സർക്കാരിന്റെ തീരുമാനം. അതായത് ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഈ പ്രക്ഷോഭകാരികളെ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിനിധികളെ സ്വാഭാവികമായും ഇത്തരമൊരു പ്രക്ഷോഭം നടക്കുമ്പോൾ അവരെ ചർച്ചയ്ക്ക് ക്ഷണിക്കാവുന്നതാണ്. എന്നാൽ അത്തരമൊരു ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. മറിച്ച് അവിടുത്തെ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് തോക്കുകൊണ്ട് അവർ ഇതിനെ നേരിടുന്നു അല്ലെങ്കിൽ ഈ പ്രക്ഷോഭത്തെ നേരിടുന്നു എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഗോതമ്പ്, വൈദ്യുതി ക്ഷാമം, അതേപോലെ തന്നെ രാഷ്ട്രീയ അടിച്ചമർത്തൽ, ഇതിനെതിരെയാണ് അവിടെ ശക്തമായ പ്രതിഷേധം നടക്കുമ്പോൾ. നമുക്കറിയാം ഭാരതത്തിലെ പാകിസ്ഥാനിൽ ജനാധിപത്യവും വികസനവും പുലരുമ്പോൾ പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ പട്ടിണിയും അതേപോലെ തന്നെ സൈനിക ഭീകരതയും നേരിടുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് പല മേഖലകളിലും ഇപ്പോൾ വലിയ പ്രക്ഷോഭങ്ങൾ, പാകിസ്ഥാന്റെ പല കേന്ദ്രങ്ങളിലും വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മാധ്യമങ്ങൾക്കും അവിടെ വലിയ രീതിയിലുള്ള വിലക്കാണ് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ചിത്രം
പുറത്തേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും പാക് അധീന കാശ്മീരിൽ ഈ POJKയിലെ ജനരോക്ഷം അത് വലിയ ഒരു ജനരോക്ഷമായി മാറിയിരിക്കുകയാണ്. ലോകമെമ്പാടും ഈ പാകിസ്ഥാന്റെ നടപടികൾ ഇപ്പോൾ ചർച്ചയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ്.